ക്രിസ്മസ് പുതുവത്സരാവധിക്കാലം നാട്ടിൽ ചെലവഴിച്ച ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങാനിരിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് വിമാന കമ്പനികളുടെ കൊള്ള. സാധാരണ നിരക്കിന്റെ 3 ഇരട്ടി വരെയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. നാളെ കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് പോകാൻ ഒരാൾക്ക് ഏകദേശം 45,000 രൂപയാണ് നൽകേണ്ടി വരുന്നത്. എന്നാൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇതേ തുകയ്ക്ക് 3 പേർക്ക് യാത്ര ചെയ്യാം. സാധാരണയായി 8,000 രൂപ മുതൽ 14,000 രൂപ വരെയാണ് ഈ റൂട്ടിലെ സാധാരണ നിരക്ക്. യാത്രക്കാരുടെ ആവശ്യം വർദ്ധിച്ചത് കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റുകയാണ് വിമാന കമ്പനികൾ. കോഴിക്കോട് അബുദാബി 41,000 രൂപ, കോഴിക്കോട് ഷാർജ 46,000, കോഴിക്കോട് ജിദ്ദ 62,000, കോഴിക്കോട് ദോഹ 35,000 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ഷാർജയിൽ നിന്ന് കോഴിക്കോട് എത്താൻ പരമാവധി 18,000 രൂപ മതി. ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 21,000 രൂപയുമാണ് നിരക്ക്. കോഴിക്കോട് നിന്ന് നാളെ ജിദ്ദയിലേക്ക് 62,000 രൂപ വരെ നിരക്കുണ്ട്. എന്നാൽ പകുതി തുകയുണ്ടെങ്കിൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടെത്താം. കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് 33,000 രൂപയും ദമാമിലേക്ക് 34,000 രൂപയുമാണ്. എന്നാൽ കോഴിക്കോട്ടേക്ക് റിയാദിൽ നിന്ന് 23,000 രൂപയും ദമാമിൽ നിന്ന് 16,000 രൂപയും മതി. അവധി കഴിഞ്ഞ് കുടുംബാംഗങ്ങളോടൊപ്പം ഗൾഫിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഈ നിരക്ക് വർധനവ് പ്രവാസികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകളിലെ ഈ വർധനവ് ഉത്സവ സീസണുകളിലും അവധിക്കാലങ്ങളിലും പ്രവാസികൾക്ക് തുടർച്ചയായി നേരിടേണ്ടി വരുന്ന സാമ്പത്തിക ഭാരം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്.